ശ്രീ ഷാബു പ്രസാദ്, എല്ലാ കാര്യങ്ങളിലും മതപുരോഹിത്യം ഇടപെടുന്നു. അങ്ങനെ എല്ലാവരോടും അഭിപ്രായം എടുത്തുകൊണ്ട് വേണം തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളൊരു ഘട്ടമുണ്ടെങ്കിൽ അതിനെ ഏതെങ്കിലും ഘട്ടത്തിലൊക്കെ താങ്കളും എതിർത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ വിദ്യാലയം പോലെ ഒരു സെക്യുലർ സ്ഥാപനത്തിൽ, അങ്ങനെ കണക്കാക്കുന്ന ഒരു സ്ഥലത്ത് ഇത്തരം മതത്തിൻ്റെ പുറം ചട്ടകളൊന്നും വേണ്ട, അതിൻ്റെ തുടക്കം തന്നെ അല്ലെങ്കിൽ പല ഭാഗത്തു നിന്നുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് തന്നെ മതപ്രാർത്ഥനകൾ ഒഴിവാക്കിക്കൊണ്ടാകാം. അത് ഒന്നല്ലെങ്കിൽ ഒരു മതത്തിന് അല്ലെങ്കിൽ മറ്റൊരു മതത്തിലുള്ളവർക്ക് അത് സഹായകരമാകുന്ന കാര്യമാണ്. ഇത് വെറുതെ സർക്കാരിൻ്റെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യമോ സർക്കാരിൻ്റെ വിശ്വാസങ്ങളോ അല്ല. പരാതികൾ വരുന്നുണ്ട് പല രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും എന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. എന്താണ് നിലപാട്? ഊഴത്തിൻ്റെ 5ാം വർഷം ഇനി മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണോ സർക്കാരിന് പെട്ടെന്ന് ഉണ്ടോണ്ടിരുന്ന നായർക്കൊരു ഉൾവിളി തോന്നിയ മാതിരി ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത്? കാലാകാലങ്ങളെ ഇവിടെ ഇതൊരു സാമൂഹ്യ വിഷയമാണോ? ഇപ്പം മന്ത്രി ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നു പലരിടത്തു നിന്നും പരാതികൾ വരുന്നുണ്ട്. അപർണയ്ക്ക് ഇത്രയും കാലമായി അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു? ആരെങ്കിലും അപർണയോടോ അല്ലെങ്കിൽ ഇവരോടോ, നമ്മളൊക്കെ സമൂഹത്തിൽ ഇടപെടുന്നവരും സമ്മതിക്കുന്നവരുമാണല്ലോ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഈ മന്ത്രിയുടെ ഈ സമയത്തെ ഇപ്പോഴത്തെ ഈ പ്രസ്താവന അല്ലെങ്കിൽ ഈ ഇങ്ങനെയൊരു വാക്കുകളുടെ അർത്ഥം അത്ര നിഷ്കളങ്കമൊന്നുമല്ല എന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാരണം ഇത്രയും കാലം ഇങ്ങനെയായിരുന്നു നടന്നത്. ഇന്ന് വരെ ഇങ്ങനൊരു ചർച്ച കേരളത്തിൽ നടന്നു, നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇവർ ചെയ്യേണ്ടത് ഇവിടെ ഇങ്ങനത്തെ ഇതുപോലുള്ള കാര്യങ്ങളല്ല. അപർണ, ഇവിടെ നമ്മുടെ കൺമുമ്പിൽ നടക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പകൽക്കൊള്ളയുണ്ട്. എനിക്കറിയാം, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം, ഈ നാട്ടിലെ കാറ്റിന് പോലും അറിയാം. എങ്ങനെയാണ് ഇവിടുത്തെ പ്രൈവറ്റ് മാനേജ്മെൻറ്റ് സ്കൂളുകളിലെയും കോളേജുകളിലെയും അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്? നമുക്കറിയാമല്ലോ. കോടികളാണ്, കോടികൾ കൊടുത്തിട്ടാണ് ഇവിടെ ആ അപ്പോയിൻമെൻറ്റ്. ദേവസ്വം ബോർഡ് സ്കൂളുകളിലും കോളേജിലും വരെ നടക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ ഇരിക്കുന്നവരാരും അത് നിഷേധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇതിനേക്കാൾ വലിയൊരു കൊടിയ അനീതി ഈ വിദ്യാഭ്യാസ മേഖലയിലുണ്ടോ? ഇങ്ങനെ എത്ര ഭീകരമാണ്, എത്ര ബീഭത്സമാണ്. ഒരക്ഷരം മിണ്ടില്ല. ഇവിടെ ഒരു രാഷ്ട്രീയക്കാരും, ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ സഹോദരനും മിണ്ടില്ല. എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതിൻ്റെ ഗുണഭോക്താക്കൾ അവരുമുണ്ട്. 1, 2 ഒന്നുമല്ല, കോടി. ഒരു കോളേജ് ലെക്ചറിൻ്റെ അപ്പോയിൻമെൻറ്റ് വാങ്ങുന്ന ഇപ്പോൾ 1 കോടി രൂപയ്ക്കെടുത്ത്. മാനേജർ ശമ്പളം വാങ്ങുന്നു, മാനേജർ പണം വാങ്ങുന്നു, സർക്കാർ ശമ്പളം കൊടുക്കും. സർക്കാർ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കും. ഇങ്ങനെയുള്ള എത്ര ഭീകരമായ അവസ്ഥകൾ ഈ കേരളം. ആ സമയത്ത് ഇതുവരെ ഒരു പരാതിയും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള, ഇപ്പം ഞാനൊക്കെ ഒരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്. എങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ പ്രഭ ചൊരിയണം. ഇതിൻ്റെ അകത്തൊക്കെ എന്താണെന്നേ പ്രശ്നം? എന്താണ് പ്രശ്നം? പിന്നെ പ്രൈവറ്റ്, ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇത് നിഷ്കളങ്കമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ ഇതുകൂടെ സംഭവിക്കുന്നത് എന്താണെന്ന്, നമ്മുടെ ഈ കേരളത്തിലെ ഇപ്പോൾ വലിയ സെക്യുലർ ഫാബ്രിക്, കുന്തം കുടച്ചക്രം എന്നൊക്കെ ഇവിടെ എല്ലാവരും ഇരുന്ന് വലിയ കൊട്ടിഘോഷിച്ച് പറയും. പക്ഷേ നമ്മുടെ നാട്ടിലെ സമൂഹത്തിൽ ഈ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ വളരെ ലോലമാണ്. ആർക്ക് വേണമെങ്കിൽ ഒന്ന് തൊട്ടാൽ കത്തുന്ന അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഒരു തീ കോരിയിടുകയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതിന് അനുകൂല അഭിപ്രായമായി, എതിരഭിപ്രായമായി, ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കലായി, മറ്റതായി മറിച്ചതായി ഈ ചർച്ച അങ്ങനെ അങ്ങോട്ട് വഴിതിരിഞ്ഞങ്ങോട്ടും. ഇതാണ് ഇവരുടെ ഉദ്ദേശം. അല്ലാതെ ഇതിൻ്റെ അകത്തെ ഈ നാട്ടിലെ മതേതര പ്രേമമൊന്നുമല്ല. ഈ നാട്ടിലെ ഈ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ വളരെ മോശമായ രീതിയിൽ സെൻസേഷണലൈസ് ചെയ്ത് അവരുടെ രാഷ്ട്രീയ മുതലെടുപ്പ്, അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, അവർ നേരിടുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുക, താഴ്ത്തിവെക്കുക, ഇത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇത് മാത്രമാണ്. അല്ലാതെ ഇതുവരെ ഇല്ലാതിരുന്ന ഇവർക്ക് ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. സർക്കാർ സ്കൂളുകളിൽ അങ്ങനെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ചെറിയ സർക്കുലർ മാത്രം മതി.
അല്ലാതെ ഇതുപോലുള്ള പ്രഖ്യാപനങ്ങളുടെ ആവശ്യമില്ല. നോക്കൂ, നമ്മൾ ഈ മത സെന്റിമെന്റ്സിനെയും മതവികാരങ്ങളെയും ഈ രീതിയിലുള്ള കാര്യങ്ങളെയും ഒക്കെ തൊട്ട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. കേരളത്തിലെ യാഥാർത്ഥ്യമാണത്. എന്തെങ്കിലും ഒരു വെടിമരുന്നിന് തീപിടിച്ച പോലെ ഈ സംഭവം പ്രശ്നമാകും. ശ്രീ ഷാബു പ്രസാദ്, ഞാൻ ഇടപെട്ട് ചോദിക്കുന്നതിൽ ക്ഷമിക്കണം. അതാണ് വിഷയം. ആ പറഞ്ഞ പോയിന്റാണ്. ഈ വളരെ വളരെ ലോലമാണ് എന്ന് താങ്കൾ പറയുന്നു ഈ റിലീജിയസ് സെന്റിമെന്റ്സ്. ഒരു പക്ഷേ ഒരു 10-20 വർഷം മുമ്പ് ഇത്രയും ലോലമായിരുന്നില്ല. അതുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ തുടക്കത്തിൽ ഒന്നുകൂടെ മലയാളികൾക്ക് മുന്നിൽ പറയേണ്ടതായി വരുന്നത്. ഒരു സിനിമ ഇറങ്ങിയാൽ, ഒരു പുസ്തകം ഇറങ്ങിയാൽ, ഒരു സിനിമയ്ക്ക് പേരിട്ടാൽ ഒക്കെ പൊള്ളുന്ന ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. ഇത് കണ്ടു വളരുന്ന ഒരു തലമുറയാണ്. ആ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെയല്ല വേണ്ടത്. ഇതിന് മുമ്പുള്ള ഒരു തലമുറ ഇതിലും സധൈര്യമായിട്ട് നേരിട്ടിരുന്നു. മതമല്ല എല്ലാത്തിൻ്റെയും അടിസ്ഥാനം എന്ന് കൂടി ചിന്തിക്കുന്ന പലരും ഇവിടെ ഉണ്ടായിരുന്നു. അത് പഠിപ്പിച്ചെടുക്കാൻ സ്കൂളുകളല്ലേ ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഈ താങ്കൾ ഈ പറയുന്ന ഈ പുതിയ സാഹചര്യത്തിലും ഇതിന് വിത്തിടേണ്ടത് വിദ്യാലയങ്ങളിൽ നിന്നല്ലേ? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ. ശരിയാണ്, ഈ പറഞ്ഞ പോലെ നിർമാല്യം സിനിമ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, രണ്ടാമൂഴം നോവൽ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സമൂഹത്തിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. എന്നാൽ അങ്ങനെ ഒരു സമൂഹം ഇത്രമാത്രം റിലീജിയസ്ലി ഇങ്ങനെ സെന്റിമെന്റൽ ആയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടെ കണ്ട കാലം മുഴുവനും മാറി മാറി ഭരിച്ച സർക്കാരുകൾക്ക് തന്നെയാണ്. കാരണം മതവർഗീയ ചിന്തകളെ മാറി മാറി ഗംഭീരമായിട്ട് മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മുന്നണികളും ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അത് പരമാവധി എങ്ങനെയൊക്കെ ചെയ്യാം. ഒരു കാര്യമുണ്ട്, CPM-ൻ്റെ അക്കാര്യത്തിലൊക്കെയുള്ള ഈ എന്താണ് പൊളിറ്റിക്കൽ ക്രൂക്കട്ട്നെസ് ഉണ്ടല്ലോ, ആ കാര്യത്തിൽ അവരതിൻ്റെ ആശാന്മാരാണ്. മതവർഗീയതയുടെ മർമ്മമറിഞ്ഞ് കളിക്കാൻ അവർക്കറിയാം. അങ്ങനെ തന്നെയാണ് അവർ തുടർഭരണം നിലനിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഒരു എതിർപ്പുണ്ടാകുന്നത് മുസ്ലിം വിഭാഗത്തിൽ നിന്നായിരിക്കും. അങ്ങനെ ആ മുസ്ലിം വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഒരു വലിയ വോട്ട് കൺസോൾട്ടേഷൻ ഉണ്ടാകും, ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകും. ഇലക്ഷൻ ഇനിയുമുണ്ട്, 10 മാസത്തോളമുണ്ട്. ആ ഇലക്ഷന് 10 മാസത്തിന് തൊട്ട് മുമ്പ് 1-2 മാസം മുമ്പ് ചിന്തിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ് തങ്ങളുടെ ഭാഗത്തേക്ക് ഒഴുക്കിയെടുക്കാനുള്ള മറ്റൊരു തന്ത്രവും ഇവരുടെ AKG സെൻറ്ററിൽ അണിഞ്ഞൊരുങ്ങുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, അവർക്ക് മർമ്മമറിഞ്ഞ് കളിക്കാനാണ്. പക്ഷേ ഈ കളിയിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ സാമൂഹ്യ സുരക്ഷിതത്വം കൂടിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ പറയുന്ന മാതിരി ഇപ്പോൾ ഇവിടെ ശ്രീ പ്രേംകുമാറും അല്ലെങ്കിൽ ഇപ്പം അപർണയൊക്കെ ഇരുന്ന് പറയുന്ന മാതിരി അങ്ങ് സെക്യുലറിസത്തിൻ്റെ മതേതരത്വത്തിൻ്റെ സ്വർഗഭൂമിയൊന്നും അല്ല കേരളം. ഇവിടെ കടുത്ത മതവർഗീയ ചിന്തകളുണ്ട്. ഇവിടുത്തെ മതവർഗീയ താല്പര്യങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പുകളുടെ ജയാപജയങ്ങളെ നിർണയിക്കുന്നത്. നമ്മളത് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇവിടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നതിൽ, പ്രചാരണങ്ങളിൽ, അറിഞ്ഞും പ്രത്യക്ഷവും പരോക്ഷവുമായുള്ള പ്രചാരണങ്ങളിൽ എല്ലാം തെളിഞ്ഞു നിൽക്കുന്നത്, അതിൻ്റെ അകത്ത് തീരുമാനങ്ങൾ എടുക്കപ്പെടുന്നത് ഇത് മുഴുവനും ഈ മതവർഗീയ താല്പര്യങ്ങൾ തന്നെയാണ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ ഒട്ടുമിക്കതും, ഏതാണ്ടല്ല. അതുകൊണ്ടാണ് ഈ രണ്ടാം ഊഴത്തിലെ അവസാന ലാപ്പിൽ, അവസാന വർഷത്തിൽ ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ബോധോദയം മന്ത്രി ശിവൻകുട്ടിക്കും ഈ കേരളത്തിലെ സർക്കാരിനും ഉണ്ടായത്. ഓക്കെ, ശരി, ഞാൻ തിരികെ എത്താം ശ്രീ